സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഭീഷണി. CPIM CITU നേതാക്കളാണ് ഭീഷണിപ്പെടുത്തുന്നത്. ആശാവർക്കർമാരുടെ സമരം 18ാം ദിവസം. പ്രതിഷേധം കടുപ്പിച്ച സമരക്കാർ. സമരത്തെ തടുക്കാനുള്ള വഴികൾ തേടി സർക്കാർ. കഴിഞ്ഞ 18 ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുകയാണ്. പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ CPIM CITU നേതാക്കൾ വീട് കയറി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ശക്തമായ ഭീഷണിയുണ്ട്. അതായത് ഇന്ന് പത്രത്തിലൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ, നിർബന്ധമായിട്ടും ജോലിയിൽ പ്രവേശിക്കണം. മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഓരോരുത്തരടുത്തും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിനായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് അവർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്. മാത്രമല്ല, എൻ്റെ പേരിൽ ഇപ്പം കാന്റോൺമെന്റ് പോലീസ് നിരവധി കേസുകളായിട്ട് 48 മണിക്കൂറിനുള്ളിൽ എന്നോട് ഹാജരാകണമെന്നാണ് പറഞ്ഞത്. ഈ ജനാധിപത്യ രാജ്യത്തിൽ സമരം ചെയ്യാൻ അവകാശമില്ലേ? ഇതെന്താ ഇങ്ങനെ മന്ത്രിമാർ പെരുമാറുന്നത്? ഈ സമൂഹം എന്താ ഇങ്ങനെ ആയി പോകുന്നത്? ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് നടത്തുന്നതെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ആശാവർക്കർമാർ പറഞ്ഞു. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നും അതിന് സർക്കാർ തയ്യാറാകണമെന്നും ആശാവർക്കർമാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ചോദിച്ച അവകാശം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത്, ഞങ്ങൾക്ക് അതിലപ്പുറം ഒന്നും വേണ്ട. അത് കിട്ടാതെ ഇവിടെ കിടന്ന് മരിച്ചാലും ശരിയെന്ന് മാലാഖമാരെന്ന് ഞങ്ങളെ പറഞ്ഞു. മാലാഖമാർ എന്തിനീ പേരും വെയിലത്തിരുത്തിക്കുന്നത്? എന്തിനാ ഇരുത്തിക്കുന്നത്? ഡൽഹിയിൽ പോയി എല്ലാം ഞങ്ങൾ താഴെ തട്ടിലുള്ളവർ ചെന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇവർ മുകളിൽ തട്ടിൽ ചെന്ന് ഇവർ വാങ്ങിക്കൊണ്ട് വന്നോ? പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ അംഗീകരിച്ച് ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹത തരാത്തത്? ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, കുടിശ്ശിക നൽകുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.